ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മുടെ +2 റിസൾട്ട് വരുന്നത്. ഞാനാണെങ്കിൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുവാണ്. എങ്ങാനും ഇനി സ്റ്റേറ്റ് റാങ്ക് ഒന്നാമതി ആയാലോ. ഞാൻ 55 ആയിട്ടുണ്ട്. 3 മണിക്കാണ് റിസൾട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 3 മണിക്ക് റിസൾട്ട് നോക്കാം. ഹലോ ഗൈസ്, +2 റിസൾട്ട് വരുന്നത്. എടാ, വിജയ ശതമാനം നോക്കണം എന്നാ എത്രയാണ്. അപ്പം റിസൾട്ട് ഒരു 3:20 ആകുമ്പോഴേ വരത്തുള്ളൂ. വാ മമ്മിക്ക് വാ, ഇങ്ങോട്ട് വാ. ശരിയാവലിങ്ങ് വന്നേ. അപ്പോഴുണ്ടല്ലോ വീട്ടുകാർക്കൊന്നും ഇതുവരെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ റിസൾട്ടിൻ്റെയൊക്കെ സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ എൻ്റെ റിസൾട്ടിൻ്റെ സമയമായിരുന്നു ആർക്കും ഒരു ടെൻഷനില്ല. ഞാൻ അവരോട് പറഞ്ഞു എന്തെങ്കിലും ഒരു വികാരമൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? എനിക്ക് എത്ര മാർക്ക് +A വരുന്ന തലമുണ്ട അടിച്ചു പൊട്ടിക്കും. എത്ര എനിക്കറിയാൻ മേലെ, എനിക്ക് പേടിയാ. ഇല്ല, എനിക്ക് പേടിയാ. ഇല്ല, കടിയട്ടെ, നമുക്ക് നോക്കാം. അല്ല പറ. ഞാൻ +A പ്രതീക്ഷിച്ചിരിക്കുന്നത്. അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് +A കിട്ടത്തില്ല. 5A കിട്ടും. 4 ഇല്ല, 4 പ്രതീക്ഷിക്കുന്നു. 4 എത്ര കിട്ടിയാലും അമ്മ സന്തോഷത്തിലാണ്. എന്നൊന്നും പറയത്തില്ല. കാരണം മമ്മി അത്ര സപ്പോർട്ടീവാണ്, അത്രയും പാവമാണ്. അതുകൊണ്ട് എന്നൊന്നും പറയത്തില്ല. അല്ല, ആഷ്ന മാക്സിമം കഷ്ടപ്പെട്ട്. അതെ, കഷ്ടപ്പെട്ട് 1 മണിക്കൊക്കെ കുത്തിയിരുന്ന് പഠിച്ചു. അതെ, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയത്തില്ല. യെസ്, 2A+ കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട്. അതെ, വിഷുവിന് മേടിച്ച പടക്കം ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല, ഞങ്ങൾ പൊട്ടിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ മാക്സിമം അവൾ കഷ്ടപ്പെട്ട്. റിസൾട്ട് ദൈവത്തിന്റെ കൈകളിൽ. പിന്നെ സാറന്മാരും ഓക്കെ, സാറന്മാർക്കും നല്ല സാറന്മാരാണെങ്കിൽ ഇട്ട് തന്നിട്ടുണ്ട്. എത്ര മണിക്കാണെന്ന് അറിഞ്ഞില്ല. ഇൻസ്റ്റ എടുക്കുന്ന റിസൾട്ട് നോക്കായിട്ട് ഗൂഗിൾ എടുക്കുന്നതിന് പകരം ഇൻസ്റ്റ എടുത്തേക്കും. എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും റിസൾട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്നില്ല. ഒരു 3:20 ആകുമ്പോഴേ വരത്തുള്ളായിരിക്കും. അപ്പം 90% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ പടം ഫ്ലെക്സ് അടിക്കാമെന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്ര കാണും. 90 above ഉണ്ടെങ്കിൽ എൻ്റെ ഫ്ലെക്സ് അടിക്കും. നോക്കാം എങ്ങനെ ആയിട്ടെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഞാൻ ചിലപ്പോൾ ഞെട്ടുമായിരിക്കും എൻ്റെ റിസൾട്ട് കണ്ടിട്ട്. അതെ, എല്ലാത്തിനും D+ തോറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സൈറ്റ് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. എനിക്ക് 3:21 58 കെമിസ്ട്രിക്ക് +2 കെമിസ്ട്രി 60 ബയോളജിക്ക് 60 ഫുൾ മാർക്ക്.
+2 മാത്സിന് 48. അപ്പം ഞാൻ പറയാം 5 A+, 1 A. 5 A+, 1 A. അമ്മ 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 5 A+, 1 A. എനിക്ക് ബയോളജിക്ക് +2 ഫുൾ മാർക്ക് 60. ആണോ? ഇംഗ്ലീഷിലാണ് എനിക്ക് പോയത്, ഞാൻ പറഞ്ഞില്ലേ. അയ്യോ 172. ബാക്കിയൊക്കെ കണ്ടോ? ബയോളജിക്ക് 60 ഫുൾ മാർക്ക്. കെമിസ്ട്രി 58. മാത്സിന് ഞാനുണ്ടല്ലോ A+3 പ്രതീക്ഷിച്ചു. കാരണം 40 ആ ഒരു റേഞ്ചൊക്കെ വരത്തുള്ളായിരുന്നു. പക്ഷെ 48 ഉണ്ട്. എനിക്ക് A+ കഴിഞ്ഞു. സ്കോർ ചെയ്യാൻ പറ്റും 5 A+. അടിച്ചോ? നല്ല മാർക്കാ. നല്ല അതെ. പെർസെന്റേജ് 90 കൂടുതലുണ്ടെങ്കിലാണ്. എന്നിട്ട് എന്താ × 100 പിന്നെ ഇൻറ്റു പിന്നെ 100 ഡിവൈഡഡ് ബൈ എത്രയിലാണ് നിങ്ങൾക്ക്? 1200. 93.5 94. 95. ഞാൻ 92 എക്സ്പെക്ട് ചെയ്തത്. ഒരേ 93.5. ഫ്ലെക്സ് അടിച്ചു. 94%. ഞാൻ ഇത്രയും പഠിപ്പായിരുന്നല്ലേ പഠിച്ചിട്ട് വരുന്നത്. മാർക്ക് ലിസ്റ്റ് എടുത്ത് സ്റ്റാറ്റസ് എറി. അതെ. അല്ലല്ല, ആരൊക്കെ തിരക്കോന്ന് നോക്കട്ടെ, ആർക്കൊക്കെ പോയെന്ന് നോക്കട്ടെ. ഇനി 5 റിസൾട്ട് നോക്കാം. ഓക്കെ ബൈ. എൻ്റെ റിസൾട്ടിന് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ. എൻ്റെ റിസൾട്ടിൽ ഹാപ്പിയാണോ? വളരെ വളരെ ഹാപ്പി. പൊട്ടിക്കേ. ഓ ഓടിക്കോയേ.